Good and dialogue. നമ്മൾ ഇന്ന് നോക്കാൻ പോണത് B2-ലെ സ്പീക്കിംഗിലെ ഏതാണ് തേമ പ്രസന്റേഷൻ ആണ്. വെൽക്കം ടു ജിനൂസ് അക്കാഡമി. OET-യും IELTS-ഉം ജർമ്മനും പഠിക്കാൻ മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്താണ് ജിനൂസ് അക്കാഡമിയിൽ കോച്ചിങ് നൽകുന്നത്. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം, സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. തേമ പ്രസന്റേഷൻ നമുക്കറിയാം ഒരു മേജർ റോൾ തന്നെ നമ്മുടെ സ്പീക്കിംഗിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ നമുക്കൊരു തേമ പ്രസന്റ് ചെയ്യാം? നമുക്കിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് എടുത്ത ഫിറ്റ് ബ്ലൈബൻ, എങ്ങനെ ഫിറ്റ് ആയിട്ടിരിക്കാം, ഇത് എങ്ങനെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, നമ്മുടെ ഫിറ്റ് ലൈവിനാണ് ഇന്ന് എടുക്കുന്നത്. തേമ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, ബ്രീഫ് ആയിട്ടൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അതിന് കുറേ നമ്മൾ റേഡിയോ മെറ്റീരിയൽസ് ഉണ്ട്. നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചുകൊണ്ട് പോകണം. അത് കഴിഞ്ഞ് നമ്മൾ തേമയ്ക്ക് നമ്മൾ 3 മിയോഗ്ലിഷ് കേട്ട് എന്ന് വെച്ചാൽ ആ തേമയിലോട്ട് നമുക്ക് വരാനുള്ള 3 പോസിബിലിറ്റീസ്, അങ്ങനെ 3 പോസിബിലിറ്റീസ് നമ്മൾ കണ്ടുപിടിച്ച് വെക്കണം. പറ്റുമെങ്കിൽ ഒരു 4 കൂടി. കാര്യം ചില സമയത്ത് നമ്മുടെ എക്സാമിനർ ഒരു മിയോഗ്ലിഷ് കേട്ട് ഇത് വാലിഡ് അല്ലെന്ന് പറയുവാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു ബാക്കപ്പ് ആയിട്ട് നമുക്കൊരു വേറെ എക്സ്ട്രാ ഒരു മിയോഗ്ലിഷ് കേട്ട് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. എന്നിട്ട് നമ്മൾ ഈ 3 മിയോഗ്ലിഷ് കേറ്റിൽ നമ്മൾ ആദ്യത്തെ ഏതെങ്കിലും ഒരു മിയോഗ്ലിഷ് കേറ്റ്, ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ള മിയോഗ്ലിഷ് കേറ്റ്, അത് നമ്മൾ ഗെൻ ഓവർ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഓരോ മിയോഗ്ലിഷ് കേറ്റിൻ്റെ അതിൻ്റെ ഫോർട്ടൈൽ എന്ന് വെച്ചാൽ അഡ്വാൻറ്റേജും നാഹ്റ്റൈൽ ഡിസഡ്വാൻറ്റേജും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. എങ്ങനെയാണ് അത് വരുന്നത്, എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഈ 3 മിയോഗ്ലിഷ് കേറ്റും കഴിയാൻ നേരത്ത് നമ്മുടെ ഒരു മൈനുമും പറഞ്ഞ് നമ്മളത് ക്ലൂസ് ചെയ്യണം. ഇതെല്ലാം നമ്മൾ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ തീർക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ സെക്ഷൻ ഉണ്ടാകും. നമ്മുടെ പാർട്ണർ, നമ്മുടെ കുടിക്കുന്ന പാർട്ണർ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന് നമ്മളൊരു കൺവിൻസിങ് ആയുള്ള ഉത്തരം പറയണം. അത് കഴിഞ്ഞ് നമ്മുടെ എക്സാമിനർ ചിലപ്പോൾ 2 പേരും ചോദിക്കുമായിരിക്കും, ചിലപ്പോൾ ഒരാൾ ചോദിക്കും. അത് ഇറ്റ് ഡിപ്പെൻസ്. എക്സാമിനർ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ എന്താണെന്ന് നമ്മൾ കറക്റ്റായിട്ട് അവർക്ക് കൺവിൻസിങ് ആയിട്ടുള്ള ഉത്തരം ചോദിക്കണം. നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം നമുക്ക് ഫിറ്റ് ബ്ലൈബിൻ്റെ 3 മിയോഗ്ലിഷ് കേറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫിറ്റ് ബ്ലൈബിൽ നമുക്ക് ഏതൊക്കെ മിയോഗ്ലിഷ് കേറ്റ് യൂസ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഫിറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും, എങ്ങനെ ഇരിക്കാൻ പറ്റും? നല്ല ഫുഡ് കഴിച്ചാൽ, ഔസ്കി പോകണേ ഏർന്നേറും, നല്ല ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ഒന്നില്ലെങ്കിൽ യോഗ ചെയ്യാല്ലേ, യോഗ ചെയ്തിട്ട് നമുക്ക് ഫിറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് സ്പോർട്ട് ഡ്രൈവിനും ഫിറ്റ്നസ് സ്റ്റുഡിയോ ഗെയിനും, ഇത് രണ്ടും നമ്മൾ നോർമൽ ആയിട്ട് ഒരാൾ പ്രസന്റ് ചെയ്യുമ്പോൾ സ്പോർട്ട് ഡ്രൈവൻ ഒരു മിയോഗ്ലിഷ് കൈറ്റിനും ഫിറ്റ്നസ് സ്റ്റുഡിയോ ഗെയിൻ വേറൊരു മിയോഗ്ലിഷ് കൈറ്റിനായിട്ടും പറയും. പക്ഷെ അതങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് രണ്ടും ഒരുമിച്ചാണ് പറയേണ്ടത്. നമുക്ക് എക്സാമിനേഴ്സ് പറയും ഇത് വാലിഡ് ആവില്ല എന്ന് കുറെ സെന്റൻസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഒന്നില്ലെങ്കിൽ സ്പോർട്ട് ഡ്രൈവൻ അല്ലെങ്കിൽ ഫിറ്റ്നസ് സ്റ്റുഡിയോ ഗെയിൻ, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഒരുമിച്ചാക്കിയിട്ട് പറയണം. അതിൽ ഫസ്റ്റ് നമ്മുടെ ഔസ്കി പോകുന്നേ എറിഞ്ഞേറും. അതിൽ നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് നോക്കാൻ പറ്റും? അതിൽ കുറച്ച് ഫോർട്ടൈൽസ് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ഫിറ്റ് ആയിട്ടിരിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം നമ്മുടെ ഒരു ബാലൻസ് ഡയറ്റ് ഫോളോ ചെയ്യാനാണ്. നമുക്ക് അതിന് വേണമെങ്കിൽ നമുക്ക് പറയാം ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾസ്, നമ്മുടെ ഒബ്സ്റ്റ് അല്ലെങ്കിൽ എമൂസ് നമുക്ക് ആഡ് ചെയ്യാമെന്ന് പറയാം. പിന്നെ നമുക്ക് ഒരു ഹെൽത്തി ബാലൻസ് ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടി നമ്മുടെ മാക്സിമം നമ്മുടെ ഈ ഓയിലി ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യാമെന്ന് പറയാം. അങ്ങനെ നമുക്കിത് ഗെനോർ ചെയ്യേണ്ട, കാര്യം ഇതിന് അധികം പോയിന്റ്സ്, വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഇല്ലാത്തതാണ്. അപ്പോൾ നമുക്ക് അത് ഗെനോർ ചെയ്യേണ്ട. ജസ്റ്റ് 2 or 3 ഫോട്ടോയിൽ മാത്രം നമുക്ക് പറഞ്ഞാൽ മതി. പിന്നെ നമുക്ക് നല്ല ഫുഡ് കഴിക്കാൻ നമ്മുടെ ഔട്ട്സൈൻ ഫർബസൻ ചെയ്യാൻ സഹായിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ അപ്പിയറൻസ് ഫർബസൻ ചെയ്യാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് അത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. പിന്നെ നമ്മൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നേരം നമുക്ക് പലവിധ ക്രാങ്ക് ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളും നമ്മുടെ ഹെൽത്തായിട്ട് ഗസൂണ്ടായിട്ട് ഇരിക്കാൻ പറ്റും എന്ന് പറയാം. അങ്ങനെ 3 അഡ്വാൻറ്റേജ് പറയാം. പിന്നെ അതിന് നമുക്ക് അതുപോലെ തന്നെ 3 ഡിസഡ്വാൻറ്റേജ് നമുക്ക് പറയാം. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? നമ്മൾക്ക് എപ്പോഴും നല്ല ഫുഡ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതൊരു അവൈലബിലിറ്റി ഒരു ഭയങ്കര റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയാം, ചില സമയത്ത് നല്ല ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡ്സും കാര്യങ്ങളിലും ഈ ടോക്സിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമുക്ക് എന്താ പറയാം, ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും അല്ലേ, നല്ല ഫുഡ് വാങ്ങാനായിട്ട് എന്തായാലും കുറച്ചധികം ക്യാഷ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ നാട്ടിലെ കാര്യമല്ല പറയേണ്ടത്, കുറച്ച് ജർമ്മനി ആയിട്ട് എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. അപ്പൊ ജർമ്മനിയിൽ കുറച്ചുകൂടെ നല്ല ഫുഡ്സിനൊക്കെ കുറച്ച് റേറ്റ് കൂടുതലൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ ടോക്സിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അവൈലബിലിറ്റി കുറവാണ്. ഇതൊക്കെയാണ് ഔസ്കി വോഗനെയറിന്റെ ഡിസഡ്വാൻറ്റേജസ്. ഇനി നമുക്ക് ഏത് മിയോഗ്ലിഷ് കൈൻ എടുക്കാം? ഫിറ്റ്നസ് സ്റ്റുഡിയോ ഗെയിൻ ഓർ സ്പോർട്ട് ഡ്രൈവൻ എടുക്കാം. ഇതിൽ കുറച്ച് ഫോർട്ടൈൽസ് നോക്കാം. നമുക്ക് സ്പോർട്ട് ഡ്രൈവൻ അല്ലെങ്കിൽ ഫിറ്റ്നസ് സ്റ്റുഡിയോ ഗെയിം എന്ന മിയോഗ്ലിഷ് ഗെയിമിന്റെ അഡ്വാൻറ്റേജ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് കുറേ അഡ്വാൻറ്റേജ് ഉള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് വേണമെങ്കിൽ സപ്പോസ് നമുക്ക് ഇത് ഗെനോർ ചെയ്യാം. ഇതിന് നമുക്ക് ആദ്യമായിട്ട് പറയാം, നമുക്ക് നമ്മൾ എല്ലാ ദിവസവും ഫിറ്റ്നസ് സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്പോർട്ട് ഡ്രൈവൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കലി നമ്മൾ ഇമ്പ്രൂവ് ആകും. അത് നമ്മുടെ മൈൻഡിനെ ഷാർപ്പൻ ചെയ്യും. അത് നമുക്ക് സ്റ്റഡി ചെയ്യാൻ നേരത്തെ നമ്മുടെ സ്റ്റഡീസിലൊക്കെ നമുക്ക് അത് ഫർബസൻ ചെയ്യാൻ സഹായിക്കും. അത് നമ്മുടെ സുപ്നത്തിൻ്റെ ഒരു നല്ലൊരു കാര്യം, സുപ്നത്തിൻ്റെ ഫ്യൂച്ചറിൽ നമുക്കൊരു നല്ല കാര്യമാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, നമ്മൾ എല്ലാ ദിവസവും സ്പോർട്ട് ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ
ഫ്ലെക്സിബിലിറ്റി വർദ്ധിക്കും. അത് നമുക്കിപ്പം ഫിസിക്കലി നമ്മൾ ഇതായത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഓൾറെഡി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം നമുക്ക് സ്റ്റിയർക്കൺ ചെയ്യാൻ പറ്റും, ഷാർപ്പാകാൻ പറ്റും. അപ്പോൾ നമുക്ക് പലവിധ രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പറ്റും. പിന്നെ നമ്മുടെ ഹെൽത്തി നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ കുറേ ഒരു 2-3ഓളം ഫോട്ടോയിലാണ് ഇതിനുള്ളത്. നമുക്ക് അതിൻ്റെ നാഫ്റ്റയിൽ നോക്കാം. നമുക്കറിയാം ഫിറ്റ്നസ് സ്റ്റുഡിയോ പോയി അല്ലെങ്കിൽ നമ്മൾ സ്പോർട്ട് ഡ്രൈവിനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സൈറ്റ് പോകും, കുറേ ടൈം വേസ്റ്റ് ആവും അല്ലേ. അതൊരു ഭയങ്കര ഒരു നഷ്ടയിലാണ്. നമ്മൾ ഒരു ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ 1-2 മണിക്കൂർ അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യും. അതെന്താ ഒരു വലിയൊരു നഷ്ടയിലാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർലെറ്റ്സും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഫെർലെറ്റ്സും എന്ന് പറഞ്ഞാൽ ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചില സമയങ്ങൾ നമ്മൾ ഭയങ്കര ടയേർഡ് ആവാനും അത് നമ്മുടെ ആർട്ട് ബൈറ്റിനെ, അത് നമ്മുടെ വർക്കിനെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഇപ്പോൾ സ്ലീപ്പൊക്കെ കറക്റ്റ് അല്ലാതാണെന്നുണ്ടെങ്കിൽ ഫിറ്റ്നസ് സ്റ്റുഡിയോ ഗെയിനും സ്പോർട്ട് ഡ്രൈവിനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉൾട്ടായിട്ട് സംഭവിക്കും അല്ലേ. നമ്മൾ വിചാരിച്ച പോസ്റ്ററിലേക്ക് എത്താനായിട്ടൊന്നും സാധിക്കില്ല. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് മിയോക്ലിഷ്കൈറ്റിനായിട്ടുള്ള യോഗമാന്റെ കുറച്ച് ഫോട്ടോസ് നോക്കാം. യോഗമാഹൻ മിയോക്ലിഷ്കൈറ്റ് ആണ്. ഇത് നമുക്ക് സപ്പോസ് സ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ഗനോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് നമുക്ക് ഗനോർ ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് യോഗമാഹൻ നമ്മൾ എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ട്രഡീഷണൽ മെത്തേഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ട്രഡീഷണലായിട്ട് ഫോളോ ചെയ്തുന്ന ഇതൊരു മെത്തേഡാണ്. അത് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കും, നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ചേർക്കാൻ ചെയ്യാൻ സഹായിക്കും, നമുക്ക് ഗസൂണ്ടായിട്ടിരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് പലവിധ രോഗങ്ങളിൽ നിന്ന് നമുക്ക് അതിനൊരു പ്രതിരോധ ശേഷി കൂടുതൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് യോഗ നമ്മളെ സഹായിക്കും. പിന്നെ അത് മാത്രമല്ല, ഇന്ന് ഇന്റർനെറ്റിലും മറ്റു മാധ്യമങ്ങളിലും പലവിധ യോഗയെക്കുറിച്ച് നമുക്ക് ഫ്രീ യൂട്യൂബ് ചാനൽസ് ഒക്കെ ഉണ്ട്, അവൈലബിൾ ആണ്. നമുക്ക് അത് കണ്ട് നമുക്ക് എവിടെ നിരുന്ന് വേണമെങ്കിലും നമുക്ക് ഒരാൾക്ക് യോഗ ചെയ്യാവുന്നതാണ്. നമുക്ക് രാവിലെ ആയാലും വൈകുന്നേരം ആയാലും നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പുറത്തോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അതിനകത്ത് തന്നെ എല്ലാ തരത്തിലുള്ള, ഇപ്പം റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും പുവർ ആണെങ്കിൽ ആർമയിൽ ഒയിറ്റ് ആണെങ്കിലും ഇത് അഫോർഡബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഈ 4 പോയിന്റാണ് നമ്മുടെ യോഗമാഹിന്റെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. നമുക്ക് അതിന്റെ കൂടുതൽ നാഫ്റ്റയിൽ നോക്കാം. യോഗമാ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം അല്ലേ. അത് ഫോളോ ചെയ്യാത്ത പക്ഷം നമുക്ക് എന്തുണ്ടാവും, ഫെർലെറ്റ്സും ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെന്താ, ഒരു ട്രെയിൻ ചെയ്യാനായിട്ട് ഒരാൾ നമുക്ക് ആവശ്യമാണ്. അതിപ്പോ കറണ്ടിലൊക്കെ പറയുമ്പോൾ ഒരു യോഗ ട്രെയിനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാനായിട്ട്. അപ്പൊ അതും ഒരു വലിയ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെന്താ, ഭയങ്കര ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർ, വിച്ച് മീൻസ് ആൾട്ടയിലോയ്റ്റിക്കൊക്കെ എന്തായിരിക്കും, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും യോഗ ചെയ്യാന്ന് പറഞ്ഞാൽ. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഓക്കെ, പെട്ടെന്ന് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെയാണ് യോഗമാഹിന്റെ നഫ്റ്റയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗനൗർ പറഞ്ഞു, മിയോക്ലിഷ്കൈറ്റിൻസും പറഞ്ഞു. ഇനി ഒരു മൈനുങ് എന്ന് പറയണം. മൈനുങ് എന്തായിരിക്കും, നമ്മൾ എന്ത് പറയണം, ഫിറ്റ് ബ്ലൈബൻ, എങ്ങനെ ഫിറ്റ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് പറയേണ്ടത്. അല്ലാതെ മിയോക്ലിഷ്കൈറ്റിൻസിനെ ബേസ് ചെയ്തിട്ടല്ല എന്ത് പറയേണ്ടത്, നമ്മുടെ മൈനുങ് പറയേണ്ടത്. മൈനുങ് എപ്പോഴും നമ്മൾക്ക് തന്നിരിക്കുന്ന തേമ, ആ തേമേനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് പറയാൻ, മൈനുങ് പറയാൻ. മീൻസ് ഫിറ്റ് ബ്ലൈബനായിട്ട് ഇരുന്നാലുള്ള നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഗുണങ്ങളും കാര്യങ്ങളും നമ്മൾ മൈനുങ്ങിൽ പറയാം. ഫിറ്റ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഗസുണ്ട്, നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും, ക്രാങ്ക് ഹൈറ്റിനെ ഫെർമേറ്റും ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള നോർമൽ ആയിട്ടുള്ള 2 പോയിന്റ്സ് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ എർഫാറുങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെറുതെ പറയാം. B2 എർഫാറുങ്ങിന്റെ ആവശ്യമില്ല, എന്നാലും കുഴപ്പമില്ല, വേണമെങ്കിൽ നമുക്ക് പറയാം. പറഞ്ഞിട്ട് നമ്മുടെ തേമ മൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഫിറ്റ് ബ്ലൈബൻ എന്ന തേമയും അതിന്റെ 3 മിയോക്ലിഷ്കൈറ്റും എങ്ങനെ അതിന്റെ കുറെ പോയിന്റ് നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ഒരു തേമ എങ്ങനെ പ്രസന്റ് ചെയ്യാമെന്നും അതിന്റെ കൂടുതൽ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നും അതെങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ ഫേസ് ചെയ്യാമെന്നും നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ജിനോസ് അക്കാഡമി, ഫ്ലൈ വിത്ത് യുവർ ഡ്രീംസ്.